ഇങ്ങനെയുള്ള താരങ്ങളെ എനിക്കിഷ്ടമാണ്. കാരണം അവരാണ് ആളുകളെ സ്റ്റേഡിയത്തിൽ പോയി കളി കാണാൻ പ്രേരിപ്പിക്കുന്നത്. ലാമിനെ യമാല്, വിനി, കിലിൻ എംബാപ്പെ, പെഡ്രി ഇത്തരം താരങ്ങളെ ശരിക്കും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. പറയുന്നത് ഹൻസി ഫ്ലിക്കാണ്. കഴിഞ്ഞ ദിവസം അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയുള്ള കളി കഴിഞ്ഞതിന് ശേഷം ലാമിനെ യമാല് ഇത്തിരി ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അദ്ദേഹം എല്ലാ തരത്തിലുള്ള മികച്ച നീക്കങ്ങൾ നടത്തിയിട്ടും അതൊന്നും ഫലവത്തായില്ല. അതിനെ തുടർന്ന് താരം ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അത് മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു മറുപടി വരുന്നത്. അവന് 18 വയസ്സേ ഉള്ളൂ. അവൻ ചെയ്യുന്നതെല്ലാം നിങ്ങളിങ്ങനെ വിവാദമാക്കാതെ, അവൻ വേൾഡ് കപ്പിൽ നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ പോകുന്നവനാണ്. ഭാവിയിലെ ബെസ്റ്റ് പ്ലെയറായിട്ട് മാറാനുള്ളവനാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവനെ സപ്പോർട്ട് ചെയ്യണം. ഇത്തരം താരങ്ങളെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാക്കുകയല്ല. റഫറീസും ഈ കാര്യം മനസ്സിലാക്കണം. ഇത്തരം താരങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ റഫറിമാരും തയ്യാറാവണം. അത് അവൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. ഇത്തരം കളിക്കാരെ ഞാൻ ഇഷ്ടപ്പെടുന്നു. കാരണം അവരാണ് ആളുകളെ സ്റ്റേഡിയത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത്. ലൈക്ക് എംബാപ്പെ, വിനി ജൂനിയർ, ലാമിനെ യമാൽ, പെഡ്രി. ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് റഫറിമാർ ഇത്തരം താരങ്ങളോട് എക്സസീവ്‌ലി റഫായിട്ട് പെരുമാറുന്നു എന്നാണ്. ഒരു പക്ഷേ ഇത് എൻ്റെ മാത്രം പേഴ്സ്പെക്റ്റീവ് ആയിരിക്കും. പക്ഷേ ഞാൻ കാണുന്നത് അതാണ്. ഞാൻ വിചാരിക്കുന്നത് ഇത്തരം താരങ്ങളെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. ശരിയാണ്, ഇടയ്ക്കിടയ്ക്ക് കളി ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നത് ശരിയല്ല. പക്ഷേ ഇൻ സം കേസസ് ഇറ്റ് ഈസ് നെസസറി എന്നുകൂടി ഹൻസി ഫ്ലിക്ക് പറയുന്നു. ഇക്കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കാരണം ഇങ്ങനെയുള്ള മാജിക്കൽ പെർഫോമൻസ് നടത്തുന്നവർ എംബാപ്പെ, വിനി, ലാമിനെ യമാല് അവർക്ക് റഫറിമാരിൽ നിന്ന് കുറച്ചുകൂടി ഒരു പ്രൊട്ടക്ഷൻ ആവശ്യമല്ലേ? അവരല്ലേ ഈ കളിയുടെ ഭംഗി, അവരല്ലേ ഈ കളിയുടെ മാജിക്ക്, അവരല്ലേ നമ്മൾ ആരാധകരെ കൊണ്ട് അർദ്ധരാത്രി ഉറക്കമൊഴിച്ച് കളി കാണാൻ പ്രേരിപ്പിക്കുന്നത്.